2025 ജൂലൈ 25 ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് വേൾഡ് വൈഡ് റിലീസ് ആകുവാണ്. ഈ മൂവിയിൽ അവർക്ക് എങ്ങനെ സൂപ്പർ പവർ കിട്ടിയെന്നൊന്നും കാണിക്കുന്നില്ല. സൂപ്പർ ഹീറോസ് ആയിട്ട് തന്നെയാണ് അവരെ കാണിക്കുന്നത്. നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് അവർക്ക് എങ്ങനെ ഈ സൂപ്പർ പവർ കിട്ടിയെന്നുള്ളത്. അറിയാത്തവർക്ക് വേണ്ടി ഞാനിവിടെ പറയാം. 4 ചെറുപ്പക്കാർ, റീഡ് റിച്ചാർഡ്സ്, അവൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ബെൻ ഗ്രിം, സ്യൂ സ്റ്റോം, പിന്നെ അവളുടെ സഹോദരൻ ജോണി സ്റ്റോം, അവർ കോസ്മിക് റേസിനെ കുറിച്ച് പരീക്ഷണം നടത്താൻ സ്പേസിൽ പോവുകയും ആ പരീക്ഷണം വിജയിക്കാതെ അപകടമായി മാറുകയും ചെയ്യുന്നു. പക്ഷേ ആ അപകടത്തിൽ അവർ രക്ഷപ്പെട്ടത് ഈ സൂപ്പർ പവറുകളോടെയാണ്. അങ്ങനെ അവർ സൂപ്പർ ഹീറോസായി മാറുകയും അവരുടെ ടീമിന് ഫാന്റാസ്റ്റിക് ഫോർ എന്ന് പേരിടുകയും ചെയ്യുന്നു. 2005 ഫാന്റാസ്റ്റിക് ഫോർ 2015 അതേ പേരിൽ ഫിലിം റീബൂട്ട് ചെയ്യുകയും ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നില്ല. സോ 2025 ഇറങ്ങാൻ പോകുന്ന ഫാന്റാസ്റ്റിക് ഫോർ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഈ സിനിമ MCUവിൻ്റെ, അതായത് മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഭാഗമാകുവാണ്. MCUവിൻ്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായിരിക്കും ഇത്. സ്റ്റാറിംഗ് പെഡ്രോ പാസ്കൽ ആസ് മിസ്റ്റർ ഫാന്റാസ്റ്റിക്, വനേസ കിർബി ആസ് സ്യൂ സ്റ്റോം, ജോസഫ് ക്വിൻ ആസ് ഹ്യൂമൻ ടോർച്ച്, ഇബോൺ മോസ് ബാക്ക്റാക്ക് ആസ് ദ തിങ്. മാർവലിൻ്റെ ഫസ്റ്റ് ഫാമിലി ആയിരിക്കും ഇവർ. പിന്നെ മാർവലിൻ്റെ ഫേസ് 6 ഫസ്റ്റ് മൂവി ആയിരിക്കും ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. ആൻഡ് ദിസ് മൂവി വിൽ ലീഡ് ടു മസ്റ്റ് അവൈറ്റിംഗ് മൂവി അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ആൻഡ് അവഞ്ചേഴ്സ് സീക്രട്ട് വാർ. ഈ സിനിമയിൽ എന്നെ എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദ വൺ ക്യാരക്ടർ ഹൂ ലിറ്ററലി സ്റ്റാൻഡ്സ് എബവ് ദ റെസ്റ്റ്, ദാറ്റ് ഈസ് Galactus. കാരണം ഗലാക്ടസിൻ്റെ ട്രൂ റെപ്രസെൻറ്റേഷൻ ഇതുവരെ നമ്മളെ കാണിച്ചിട്ടില്ല. ബട്ട് ഈ സിനിമയിൽ നമുക്ക് കാണാം. പിന്നുള്ളത് സിൽവർ സർഫർ. ഇതിൽ സിൽവർ സർഫർ ഫീമെയിൽ വേർഷനാണ്. ദാറ്റ് ഈസ് പ്ലേഡ് ബൈ ജൂലിയ ഗാർണർ. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേറൊരു കാര്യം കൂടി ഈ ഫിലിമിലുണ്ട്. അതായത് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും സ്യൂ സ്റ്റോം ഈസ് പ്രഗ്നൻറ്റ്. സോ ഈ സ്യൂ സ്റ്റോമിനും മിസ്റ്റർ ഫാന്റാസ്റ്റിക്കിനും ജനിക്കാൻ പോകുന്ന കുട്ടിയാണ് ഫ്രാങ്ക്ലിൻ റിച്ചാർഡ്സ്. മാർവൽ യൂണിവേഴ്സിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ ഹീറോ ആയിട്ട് മാറാൻ പോകുന്ന ഒരാൾ. ഈ സിനിമയിൽ ഡയറക്റ്റ് ഇൻട്രൊഡക്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നമുക്ക് ഹിൻസ് കാണാം. ദെൻ കംസ് ദ ഡോക്ടർ ഡ്യൂം, ദ വില്ലൻ. ഈ സിനിമയിലോ അല്ലെങ്കിൽ അടുത്ത സിനിമയിലോ മാർവലിലെ ഏറ്റവും ശക്തനായ വില്ലനായി ഡോക്ടർ ഡൂം വരും. അതുകൊണ്ടാണ് മാർവലിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മൂവിയാണ് ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ടിൽ ജൂലൈ 25. ഓക്കെ, ബൈ.